ടി വി പ്രസാദ്, നമ്മൾ ഈ ശ്രമം തുടരുക തന്നെ ചെയ്യും. കൊല്ലത്തെ പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷൻ ശോചനീയാവസ്ഥയിൽ കിടക്കുകയാണ്. വർഷങ്ങൾ പഴക്കമുള്ള ഓടിട്ട കെട്ടിടത്തിലാണ് സ്റ്റേഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ദിലീപ് ദേവസ്യ അവിടെ എത്തിയിട്ടുണ്ട്. ദിലീപ്, നമ്മുടെ ഈ ലൈവത്തോൺ പോകുന്നതിനിടയിൽ പല സ്ഥലങ്ങളുടെയും മോശം അവസ്ഥയെപ്പറ്റി നിരവധി ആളുകൾ നമ്മളെ അറിയിക്കുന്നുണ്ട്. പള്ളിത്തോട്ടത്തെ സാഹചര്യം എന്താണ്? പള്ളിത്തോട്ടത്തെ പോലീസ് സ്റ്റേഷനിലെ കുറിച്ച് എനിക്കൊരു ഫോൺ കോൾ വന്നതാണ്. അതായത് നമ്മുടെ ലൈവത്തോൺ കണ്ടതിന് ശേഷം ഒരു പ്രേക്ഷകൻ വിളിച്ച് പറഞ്ഞതാണ്, പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ചെല്ലണം, അവിടുത്തെ അവസ്ഥ നിങ്ങളൊന്ന് നേരിൽ കാണണം. നമ്മൾ മുമ്പും ഈ സ്റ്റേഷനിൽ എത്തിയതാണ്. ഇവിടെയാണ് പരാതിക്കാരൊക്കെ വന്ന് പോലീസുകാർ ഇതാ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഓടിട്ട കെട്ടിടമാണ്. ഈ കെട്ടിടത്തിൻ്റെ ചുവട്ടിൽ ഏത് സമയവും വേണമെങ്കിൽ ഇടിഞ്ഞു വീഴാൻ തരത്തിലുള്ള കെട്ടിടത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഈ പോലീസുകാരെല്ലാവരും തന്നെ ജോലി ചെയ്യുന്നത്. നമുക്ക് അവരോട് പ്രതികരണം ചോദിക്കണമെന്നുണ്ട്, അവർക്ക് പറയണമെന്നുണ്ട്, പക്ഷേ അവർക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളാണ്. ഇതിൻ്റെ മേൽക്കൂര അടക്കം നേരത്തെ കണ്ടതുപോലെ ഇളകി വീഴാവുന്ന തരത്തിലുള്ള മേൽക്കൂരകളാണ്. പണ്ട് ഏകദേശം 60 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് ഈ കെട്ടിടത്തിനായി ഉണ്ട് എന്നാണ് ഇവിടുത്തെ ആളുകൾ തന്നെ പറയുന്നത്. പല ആളുകളും പറയുന്നത് ഈ കെട്ടിടത്തിൻ്റെ പഴക്കം ഇത്രയുമുണ്ട്. നോക്കൂ, ജീവനക്കാരെല്ലാവരും തന്നെ ഇവിടെ ഇരുന്ന്, അതായത് പോലീസുകാരെല്ലാവരും ഇവിടെ ഇരുന്നിട്ടാണ്, അതായത് വരാന്തയിൽ ഇരുന്ന്, നമ്മൾ വീടിൻ്റെ വാക്ക് പറയുകയാണ്, ഇതൊരു വരാന്തയാണ്, വരാന്തയിൽ ഇരുന്നിട്ടാണ് ഈ ജോലി ചെയ്യുന്നത്. പോലീസുകാരുടെ ബുദ്ധിമുട്ടുകൾ നോക്കണം. തൊട്ടടുത്ത് തന്നെ താൽക്കാലികമായി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സെല്ലാണ് ഇത്. ഈ സെല്ലിലാണ് നമുക്ക് പ്രതികളെ കൊണ്ടുവന്നാൽ ഇടുന്ന സെല്ല്. എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു കഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ, അധിക ശോചനീയാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. ഈ പോലീസ് സ്റ്റേഷൻ്റെ പുറംഭാഗത്തേക്ക് നിങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ, പ്രേക്ഷകർക്ക് കാണിക്കുകയാണെങ്കിൽ നോക്കൂ, ഇതൊക്കെ വലിയ ഓടിട്ട പഴയ കെട്ടിടം നമുക്ക് കാണാം. ഒരു വളരെ ഇടുങ്ങിയ അസൗകര്യത്തിൽ കഴിയുന്ന ഒരു പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷൻ എന്ന് പറയാം. ഇതിൻ്റെ അകത്ത് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഇരിക്കാനുള്ള സ്ഥലവും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റൂമും പിന്നെ ഫയലുകൾ വെക്കുന്നതിനുള്ള 3 മുറികൾ മാത്രമുള്ള അടർന്ന ഓടുകളുള്ള ഒരു പോലീസ് സ്റ്റേഷൻ. അതാണ് പള്ളിത്തോട്ടത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അതിന് മേൽക്കൂരയായി എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് ദിലീപ്? ഒരു ഫ്ലെക്സിന്റെ കഷണമൊക്കെ കാണുന്നുണ്ട്. ആളുകൾ വന്ന് ആൾക്കാർക്ക് പരാതി എഴുതാനും, അത് പരാതിയായിട്ട് വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി താൽക്കാലികമായി ഇരുമ്പ് ഷീറ്റിൻ്റെ അടിയിൽ ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിരുന്നിട്ടാണ് ആളുകൾ പരാതി എഴുതുകയും മറ്റ് കാര്യങ്ങൾ ചെയ്തൊക്കെ. ഈ സ്റ്റേഷൻ വന്നതിന് ശേഷം നോക്കൂ, ഈ സ്റ്റേഷൻ്റെ മറ്റു ഭാഗങ്ങൾ കണ്ടില്ലേ, ഇത് ഓടൊക്കെ എടുത്ത് മാറ്റി അങ്ങനെയൊക്കെ ഒരു തട്ടിക്കൂട്ട് സൗകര്യങ്ങളാണ്. നമ്മളെ പോലീസ് സ്റ്റേഷനെല്ലാം നേരത്തെ സുജിയ പറഞ്ഞതുപോലെ മോഡേൺ ആയി എന്നൊക്കെ പറയുമ്പോൾ കഷ്ടപ്പെടയിൽ കഴിയുന്ന പള്ളിത്തോട്ടം പോലീസുകാരെയും കൂടെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് നമ്മൾ ഈ ദൃശ്യങ്ങളെല്ലാം വെക്കുകയാണ്. താങ്ക് യു ദിലീപ് ദേവസ്യ. ഒരു പ്രേക്ഷകന്റെ ഫോൺ കോളാണ് പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ദിലീപ് ദേവസ്യയെ എത്തിച്ചത്.